വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. സമ്മർദ്ദം ഹൃദയത്തെ ബാധിക്കുമ്പോൾ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്ത് ഹൃദയ സംബന്ധമായ രോഗാവസ്ഥകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയും മറ്റു മേഖലകളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളും എല്ലാം സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ വളരെ മോശകരമായി ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. ഇന്ത്യയിൽ ഇത്തരം സാഹചര്യങ്ങൾ അല്പം കൂടുതലാണ്. കാരണം അപകടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. പലപ്പോഴും ഉയർന്ന സമ്മർദ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ അനാരോഗ്യത്തിലേക്ക് എത്തിക്കുമെന്നതിൽ സംശയം വേണ്ട. എന്നാൽ സമ്മർദ്ദം ഹൃദയാരോഗ്യവും തമ്മിൽ എപ്രകാരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്താണ് അതിനെക്കുറിച്ചൊന്ന് നോക്കാം. ഹൃദയാരോഗ്യത്തിൽ സമ്മർദ്ദത്തിന്റെ ആഘാതം. സമ്മർദ്ദം ആരോഗ്യത്തിന് വളരെയധികം വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ്. പലപ്പോഴും ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുന്നത്. സമ്മർദ്ദം കൂടുന്നതനുസരിച്ച് നമ്മുടെ രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും വർദ്ധിക്കുന്നു. ഈ സമ്മർദ്ദം ഹൃദയത്തെ ബാധിക്കുന്നു. ഇത് കാലക്രമേണ ധമനികളെ നശിപ്പിക്കുകയും കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇത്തരം അവസ്ഥകൾ നിങ്ങളെ പ്രതിസന്ധിയിലാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അപകടകരമായ ഘട്ടങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതിന് സമ്മർദ്ദം കുറയ്ക്കുന്നതിനാണ് ശ്രദ്ധിക്കേണ്ടത്. സാധാരണ സമ്മർദ്ദങ്ങൾ. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് സമ്മർദ്ദം വർദ്ധിക്കാം. അതിൽ ജോലി സമ്മർദ്ദം, കുടുംബ ഉത്തരവാദിത്തങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ സാധാരണ സമ്മർദ്ദങ്ങളാണ്. ഈ ഘട്ടങ്ങൾ ഉയർന്ന സമ്മർദ്ദ നിലയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. ഇവ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും അപകടകരമായ അവസ്ഥകളും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നു. അത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണെന്നും ഓർമ്മയിൽ വെക്കണം. ഫലപ്രദമായ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കുകൾ. ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തെ എപ്രകാരം പ്രതിരോധിക്കണം എന്നതൊരു ചോദ്യം തന്നെയാണ്. എന്നാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സ്ഥിരമായ യോഗയും ധ്യാനവും പരിശീലിക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ചിട്ടയായ വ്യായാമവും സമീകൃത ആഹാരവും സമ്മർദ്ദത്തെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിൽ പങ്കുവഹിക്കുന്നു. ഇതെല്ലാം സ്ഥിരമാക്കിയ രോഗാവസ്ഥ ഗുരുതരാവസ്ഥയിലേക്ക് എത്താതിരിക്കുന്നു. ഡോക്ടറെ കാണേണ്ടത്. ഹൃദയാരോഗ്യം നിരീക്ഷിക്കാൻ ഡോക്ടർമാരെ കാണേണ്ടതിന്റെ ആവശ്യകതയാണ് പലപ്പോഴും ഇത്തരം കൂടിക്കൊണ്ടിരിക്കുന്ന സമ്മർദ്ദം നമുക്ക് നൽകുന്നത്. നമ്മുടെ ആരോഗ്യവും ഹൃദയാരോഗ്യവും പതിവായി പരിശോധിക്കാൻ ശുപാർശ ചെയ്യുന്നു. വ്യക്തിഗത ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കുകളെ കുറിച്ച് അവർ രോഗികളെ ഉപദേശിക്കുന്നു. സ്ട്രെസ് മാനേജ്മെന്റ് പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്താൻ കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകൾക്ക് കഴിയും. സപ്പോർട്ട് ഗ്രൂപ്പുകൾ അനുഭവം പങ്കുവെക്കുന്നതും തന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള ഒരു പ്ലാറ്റ്ഫോമും നൽകുന്നു. ഈ അറിവ് പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.